വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഞാൻ ഇനി ഒരു നിമിഷം പോലും ഈ പോക്കണം കൊണ്ട് നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. സാർ, കോട്ടൂരാൻ വരട്ടെ? കോട്ടൂരാനോ? ഏത് കോട്ടൂരാൻ? അയാൾ വന്നിട്ട് എന്താ കാര്യം? അല്ല, സാറിന്റെ കോട്ട് ഊരാൻ വരട്ടെ എന്ന് പറയായിരുന്നു. എന്നാ പിന്നെ തെളിച്ചു പറഞ്ഞൂടെ? എന്ത് കഷ്ടം നോക്കണേ. ഇങ്ങനെ അധൈര്യപ്പെട്ടാലോ ഡോക്ടറെ? അധൈര്യത്തിന്റെ പ്രശ്നമല്ല പ്രസിഡന്റ്. മാഡം 5 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് വെറ്റനറി ബിരുദമെടുത്തത് ഈ പോക്കണങ്കോടുള്ള തോന്നിവാസികളുടെ ആട്ടും തൂപ്പും കേൾക്കാനല്ല. ക്ഷമിക്കൂ ഡോക്ടറെ. മാഡം, 5 വർഷം ഞാൻ മലയായിൽ ജോലി ചെയ്തിരുന്നു. ജോഹോർ, പെറാക്, കെഡ, കലന്താർ, നിഗ്രി, സെമ്പിലാൻ, പഹാങ്. അവിടെ ഒന്നുമില്ലാത്ത പ്രശ്നം ഇവിടെ മാത്രം. അതല്ല സാർ. ഷട്ട് അപ്പ്, സ്റ്റുപ്പിഡ്. എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു ഈ തെണ്ടി പറഞ്ഞത്. വയ്യ, എനിക്ക് വയ്യ. ഞാൻ ഇന്ത്യ വിടുകയാണ്. പണ്ടെങ്ങാണ്ടോ ഫാഹിയാനോ ഹുയാൻസാങ്ങോ ഇന്ത്യയിൽ വന്നെന്നും പറഞ്ഞ് അവർക്ക് അവിടെ പണി ഉണ്ടാവില്ലേ? പക്ഷെ എനിക്ക് പണിയുണ്ട്. ഫ്രാൻസിൽ എന്താ ഉണ്ടായത്? വോൾട്ടയർ, മോണ്ടോസ്ക്യൂ, റൂസോ അവരെഴുതി. വിപ്ലവം ഉണ്ടായി അത്യാവശ്യത്തിന്. മാർക്സ് പലതും എഴുതി. അതിൽ നല്ലതാണ് എടുക്കേണ്ടത്, ചീത്തയല്ല. ക്യാപിറ്റലിസത്തിന് എന്താ കുഴപ്പം? അതിൽ സോഷ്യലിസം ഇല്ലേ? സോഷ്യലിസത്തിന് എന്താ കുഴപ്പം? അതിൽ ക്യാപിറ്റലിസം ഇല്ലേ? ക്യാപിറ്റലിസത്തിലും സോഷ്യലിസത്തിലും മാർക്സിസം ഇല്ലേ? അതൊന്നും ഈ പപ്പനും തെണ്ടിപ്പൊട്ടികൾക്ക് മനസ്സിലാവാത്ത എന്താ? സോറി അമ്മൂട്ടി, യു ആർ എഡ്യൂക്കേറ്റഡ്. താങ്ക് യു. ഡോക്ടർ പശുപതി, ഇന്നത്തോടെ അവരുടെ ഗുണ്ടായുസം ഞാൻ അവസാനിപ്പിച്ചോളാം. താങ്ക് യു സർ. താങ്ക് യു മാഡം. ഓട്ടെ മുട്ടി, ഓട്ടോ. എന്റെ ഈശ്വര, ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനിയിപ്പം പ്രസിഡന്റ് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അയാളല്ലെങ്കിൽ ഇതുവരെ എന്താ ചെയ്തോണ്ടിരുന്നേ അല്ലേ ബാല? പിന്നല്ലാതെ അയാള് പന്തയത്തിൽ തോക്കും, മീശ വയ്ക്കേണ്ടിയും വരും. ഒരു ഐഡിയ. എന്താ എന്താ എന്താ? ഈ ഭരണകക്ഷിയില് പ്രതിപക്ഷം കൂടി ലയിച്ചാൽ എന്താ? അല്ലെങ്കിൽ എന്തിനാ ലയിക്കുന്നത്? മക്കളെ, വേറെ ഒന്നും കൊണ്ടല്ല. ഒരു ദിവസം ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്നിട്ടില്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഉത്തരത്തിന്മേൽ ഒരു ശാപം കാണാം. അതോടെ ഈ പ്രശ്നം തീർന്നല്ലോ. നേതാവേ, നേതാവിനെ ഞങ്ങൾ ആക്കും. നേതാവ് തളരരുത്, ധൈര്യമാണ് വേണ്ടത്. എന്നെ കണ്ട് പഠിക്കൂ. ശേഷിയും ശേമുഷുള്ള ചെറുപ്പക്കാർ നേതാവിന്റെ പിന്നിലുണ്ട്. നേതാവ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയാൽ ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകും പൈകിളിയേ. ഉൽപ്പലാക്ഷൻ സിന്ദാബാദ്, ഉൽപ്പലാക്ഷൻ സിന്ദാബാദ്. ബൂർഷോകളെ.
അമ്മു ഉഷയോട് എന്നെ കാണണമെന്ന് പറഞ്ഞ ചന്ദ്ര പപ്പേട്ട എന്താ അമ്മു ഛേ, ഇങ്ങനെ കരയാണോ എന്നെ വിളിച്ചു വരുത്തിയത്? അച്ഛനായാലും ശരി പപ്പേട്ടനായാലും ശരി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം. ഇതിന്റെ ഇടയിൽ ഞാൻ അതിനിപ്പോ എന്താ പറ്റിയത്? വീട്ടില് വേറെന്തൊക്കെ ആലോചനകളുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആരെ വെറുക്കേണ്ടത്? പപ്പേട്ടന് അച്ഛനോടൊന്ന് വന്ന് ചോദിച്ചൂടെ? ചോദിച്ചു വെറുതെ നാണങ്ങട വയ്യ അമ്മു. ഒന്ന് തോറ്റു കൊടുത്തൂടെ പപ്പേട്ട, നമുക്ക് വേണ്ടി? ശരി, ഞാൻ അമ്മാവനോട് സംസാരിക്കാം. പക്ഷേ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വന്ന് വിളിക്കും. നീ എൻ്റെ കൂടെ ഇറങ്ങിപ്പോരണം. വരില്ലേ? നീ വരില്ലേ അമ്മു? എടി അമ്മോ, വഴിനിലുള്ള കളിയും ചിരിയൊന്നും നിന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലടി. അതിനെങ്ങനെയാ? അവൻ പെണ്ണിന്റെ പറയുന്ന മാറിയിട്ട് വേണ്ടേ? വാല് പോലെ ചുറ്റി നടക്കല്ലേ? തുറച്ചു നോക്കാതട നീ. വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന നിന്റെ മുത്തശ്ശ നോക്കിട്ട് ഞാൻ വരച്ചിട്ടില്ല. പിന്നെ കാന്താരിയോളം പോന്ന നീ പോടാ അവിടുന്ന്. മുത്തശ്ശി എന്താടി വാടിയുടെ എല്ലാം നിന്റെ അച്ഛനോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വാ ഇവിടെ അഹങ്കാരി. അമ്പടി കേമി. കൂട്ടും കൂടി നാട് മുഴുവൻ തെണ്ടി കിടക്കുന്ന തെമ്മാടി കണ്ടുപോകരുത് നിന്നെ അവന്റെ കൂടെ. ഈ പടിക്ക് പുറത്ത് പോകണ്ട നീ ഇനി. നിന്നെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഭൂതത്തിന് പിടിച്ചു കൊടുത്താലും വേണ്ടില്ല, ആ ശപ്പിന് കൊടുക്കാണ്ടിരുന്നാ മതി. അമ്മു ആ നിനക്കെന്താ വേണ്ടത്? അമ്മാവാ, കഴിഞ്ഞതൊക്കെ ആ മറക്കണം. മറന്നിട്ടെ. എന്റെ അമ്മുവിന്റെയും ആ കാര്യം വേണ്ട വേണ്ട, അങ്ങനെ ചേർത്തൊന്നും പറയണ്ട. നീ വേറെ അമ്മു വേറെ. അമ്മുവിനെ എനിക്ക് ഇഷ്ടമാണ്. അമ്മു ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുകയില്ലാന്ന്. എന്നാൽ അമ്മുവിനത് പറ്റും. കാരണം അവള് നിന്നെ പോലെ ചൊല്ലും വിളിയില്ലാതെ വളർന്നവളല്ല. അമ്മു എന്റെ പെണ്ണാണ്. അവളെ വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആരെങ്കിലും ചോദിച്ചോ? അവളെ എനിക്ക് ഇഷ്ടമുള്ളവന് ഞാൻ കെട്ടിച്ചു കൊടുക്കും. അവള് ഞാൻ വിളിച്ചാൽ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിലോ? എന്നാ ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്ക്, വിളിച്ചു നോക്കടാ. അമ്മു പപ്പേട്ടൻ പപ്പേട്ടൻ ഇപ്പൊ പൊയ്ക്കോളൂ. അമ്മു ഞാനാ പറയുന്നത്. പപ്പേട്ടൻ പോവൂ. ഇപ്പഴോ? അച്ഛാ ശരി പൊടി, ഇതിൽ പൊടിയാത്ത. വാടി ഇവിടെ. എടി ഇങ്ങോട്ട് പോയി. അങ്ങേര് പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ? എന്നാലേ എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഇത് നടക്കില്ലാന്ന് നീ പോയി പറഞ്ഞിടണം നിന്റെ മുത്തശ്ശനോട്. എടാ, പ്രസിഡന്റിനോട് കളിക്കാൻ നീ ഒന്നും ആളായിട്ടില്ല. ആ എരപ്പകളോട് പോയി പറഞ്ഞേക്ക്. ശിവക്ഷം. ഇത്ര പാകതയില്ലാതായി പോയല്ലോ എന്റെ പപ്പ. രാത്രി ഒരു വീട്ടിൽ കയറി ചെന്ന് പ്രായം തികഞ്ഞ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ നോക്കുക. നാണമില്ലല്ലോടാ നിനക്ക്. നിർത്തിനുണ്ട് പെണ്ണുങ്ങളെ. വീട്ടിന് പുറകെ കൂടെ പതുങ്ങിച്ചെന്ന് നമ്മളെ വിളിച്ചോന്നും അല്ലല്ലോ. തന്തയും തള്ളി നോക്കി നിൽക്കുമ്പോഴല്ലേ ഒരു വലിയ അപരാധം. അയ്യേ, ഇങ്ങനെ ഒരു മുത്തശ്ശൻ. നീ പോട്ടെ, എന്റെ തനി ഗുണം വരും കേട്ടോ. അച്ഛൻ അവന്റെ സൈഡൊന്നും പിടിക്കണ്ട. എന്തോന്ന് സൈഡ്? ഇതുപോലല്ലേ എന്റെ മുമ്പ് ഒരു നട്ട പാതിരാക്കി നിന്റെ തന്തയുടെ മുമ്പിൽ നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. അന്ന് ഞാൻ ശരിയോടൊന്നും പറഞ്ഞില്ലല്ലോ. അന്ന് ഞാൻ ഒരു ചെറിയ വാശി പിടിച്ചിരുന്നെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം ഇന്ന് ഈ ഭൂമിയിൽ കാണുമായിരുന്നോടി. ഈ അച്ഛന്റെ ഒരു കാര്യം. എടാ മോനെ, പപ്പ നീ പേടിക്കാതെടാ. ഈ മുത്തച്ഛൻ നിന്റെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരി, ധൈര്യമായിട്ടിരി. ഉഷയ്ക്ക് ഇങ്ങനൊരു അനുഭവം വന്നാ നാത്തൂന് തെണ്ണം സഹിക്കൂ? പ്രായമായ പെണ്ണല്ലേ അവള്. പറയുന്നതൊന്നും അനുസരിക്കാതെ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന കണ്ടപ്പോ അച്ഛനങ്ങ് ദേഷ്യം വന്നു. പ്രസിഡന്റിന്റെ സ്വഭാവമല്ലേ. പിന്നെ അവൻ വന്ന് ചോദിച്ച രീതിയും പിടിച്ചില്ല. അമ്മുന്റെയും പപ്പന്റെയും മനസ്സ് നമുക്കറിയാവുന്നതല്ലേ ചന്ദ്രമതി. നമ്മുടെ കൺമുമ്പിലല്ലേ അവര് കണ്ടതും വളർന്നതും ഒക്കെ. നമ്മൾ പെണ്ണുങ്ങൾ ഓരോന്ന് അറിഞ്ഞിട്ടും മനസ്സിരുത്തിയിട്ടും എന്താ കാര്യം നാത്തൂനെ? എല്ലാം അവിടെയല്ലേ തീരുമാനം. തള്ള ചൊല്ലാവാവല് തലകിഴുക്കാൻ പാട്. ഇവിടെ ഒരുത്തരുള്ളത് അമ്മാവൻ തന്തയാണെന്ന് പറഞ്ഞു കൊടുക്കാറുന്നില്ലേ നിനക്ക് അവനോട്? അച്ഛന്റെ മുഖം പോലും കാണാതെ വളർന്നതല്ലേ ഏട്ടാ. എന്റെ ലാളനെയും ശാസനയും ഒക്കെ എത്രത്തോളമാണെന്ന് ഏട്ടൻ അറിയാമല്ലോ. ഏട്ടനെ അവനെ മനസ്സുകൊണ്ട് വെറുക്കരുത്. അവനോട് പൊറുക്കണം. അവന്റെ മനസ്സ് നൊന്താ കരയാനല്ലാതെ എനിക്കെന്താ കഴിയ? എന്റെ പിള്ളവരലെ പിടിച്ച് പള്ളിക്കൂടത്തിലും പഞ്ചായത്തിലും നടന്ന ചെക്കൻ എന്റെ നേരെ ആഭാസരം കാണിച്ചോണ്ട് വന്നാ പിന്നെ ഞാനെന്താ ചെയ്യാ? അമ്മുവിന്റെ കാര്യം ആ ആലോചിക്കണം. അവള് പഠിക്കല്ലേ. ആദ്യം അവൻ എന്തെങ്കിലും ഒരു ജോലി ആവട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോളുടെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ പറയാനൊരു പദവി വേണം.
സമയമാകുമ്പോ വേണ്ടത് ചെയ്യാ. അതുവരെ കളിയും ചിരിയൊന്നും വേണ്ട, വെറുതെ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാൻ. പപ്പ ആ എവിടൊക്കെ തപ്പി നിന്നെ? നീ നാളെ പോവാ? അതെ, രാവിലെ. നാളപ്പം പറഞ്ഞാ ഞാൻ വേറെ അറിഞ്ഞത്. ആരാടാ പപ്പ ഈ സബ് ഇൻസ്പെക്ടർ? തോമസിന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ? ഹോസ്റ്റലില് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അയാൾ വിചാരിച്ച ജോലി കിട്ടുമോ? എന്റെ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവനാ. അവൻ ശ്രമിച്ചാൽ പട്ടണത്തിൽ എനിക്കൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരുപാട് നാളായി ചെല്ലാൻ പറഞ്ഞ് കത്തയക്കുന്നു. പപ്പം പോയാ പിന്നെ ഞങ്ങളുടെ കാര്യമൊക്കെ അവതാളത്തിലാവും. അതെന്താ? നിന്റെ ബലത്തിലല്ലേ ഞങ്ങൾ ഇവിടെ ഈ കളിയൊക്കെ കളിക്കുന്നത്. നീ ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഞങ്ങളായിട്ട് വട്ട് കെട്ടും. പാവം ആ അമ്മൂന്റെ കാര്യവും കഷ്ടത്തിലാവും. എല്ലാം എനിക്കറിയാൻ പാല. ഒരു പദവി ഇല്ലാത്തല്ലേ പപ്പന്റെ കുറവ്. ഞാൻ വരും എല്ലാ കണക്കുകളും തീർക്കാൻ. നീ ധൈര്യമായിട്ട് പോ, എല്ലാം നേരെയാവുമെന്ന്. നമുക്ക് കലക്കാവടാ. ഈശ്വരാ, സമയം പോയി. എവിടേക്ക് എത്ര ധൃതിയില്? UDC ഓഫീസിൽ നിന്ന് ഇറങ്ങാറായി. വേഗം പോട്ടെ, ഇല്ലെങ്കിൽ അച്ഛൻ ബസ് സ്റ്റോപ്പ് വരെ അവളുടെ കൂടെ ലൈൻ അടിച്ചോണ്ട് പൊക്കളയും. ഇവന്റെ ഒരു കാര്യം. നന്നായി വരും മക്കളെ. അമ്മു നടക്ക. എന്റെ ഭഗവാനെ, ഡോക്ടറെ, ഡോക്ടറെ വാതിൽ തുറക്ക. എന്താ നിന്റെ തുറന്നില്ലെങ്കിൽ നീ ഞങ്ങൾ പോലീസുകാരാ. എവിടെ ചെന്നാലും ഈ വൃത്തിയേട്ടന്മാർ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ. ഞാൻ വരും കട്ടുണ്ടോ? പശിപ്പ്. എന്താ വിശേഷം? വിശേഷങ്ങളൊക്കെ ഉണ്ട്, പറയാം. എന്താ രാവിലെ പെട്ടിയോട്ടെ എങ്ങോട്ടാ? ആ മനക്കലെ നമ്പൂരിക്ക് നമ്പൂരിയുടെ ആനക്ക് സുഖമില്ലാന്ന് ഞങ്ങൾ അവിടെയൊക്കെ നോക്കി, ഒരുപാട് തട്ടി വിളിച്ചു. അതുകൊണ്ടാണ് ഇതിലേ വന്നത്. ഉറക്കെ വിളിച്ചു. ഞാൻ കേട്ടില്ലേട്ടാ. കേട്ടില്ലേ? ഇല്ല. ഞാൻ എന്നാ പോട്ടെ. ആ പോകാൻ പറ്റട്ടെ. സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ടുണ്ട്. സിംഗപ്പൂരിന്നാ? അമ്മാവനോ? അമ്മാവൻ എന്തിനാ വെറുതെ സിംഗപ്പൂരിൽ നിന്ന് വന്നേ? ദാ നിൽക്കുന്നു അമ്മാവൻ. മോനെ, വരുമോനെ, എന്റെ പൊന്നുമോനെ. ഇവനാള് മെലിഞ്ഞു പോയല്ലോ. ഇവനാകെ അമ്പരം നിൽക്കുക. ഒത്തിരി കൊല്ലം കൂടിയിട്ട് കാണുന്നതല്ലേ. കവലയില് കുഞ്ഞന്നായുടെ കടയിൽ വന്ന് തിരക്കുമ്പോഴാ കണ്ടത്. കണ്ട ഉടനെ ഞങ്ങള് കസ്റ്റഡിയിലെടുത്തു. ഓ, യാത്ര ചെയ്ത് വലഞ്ഞു. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. അമ്മാവനെ കണ്ടിട്ട് ക്ഷീണം തോന്നുന്നുണ്ടോ മോനെ? താങ്ക് യു. എന്നാ ഞങ്ങൾ വരാം. ഓക്കെ. ഓ, താങ്ക്സ് വേണ്ട, ഒരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? താങ്ക് യു. ആ പിന്നെ ടാക്സിന്റെ കാശ് കൊടുത്തിട്ടോ. ഓക്കെ, സമാധാനായി. നീ പൊട്ടി ബാഗൊക്കെ ഒന്ന് എടുത്താട്ടെ. പിടിച്ചോ. വാ. ഡോക്ടർ പശുപതി. ഈ നാട്ടിലെ പശുക്കൾക്കും കാളുകൾക്കും നിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ ഭൈരവാ. ദേ നോക്ക്, ബുദ്ധിമുട്ടി തമാശ പറയല്ലേ. ആരുടെ പിണ്ടം വെക്കാനെ നിന്നെ പിന്നെ കെട്ടിയെടുത്തേ? അടിച്ച് ഞാൻ ഷേപ്പ് മാറ്റും. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നീ എന്നെ കാത്തുക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ജയിലിൽ നിന്ന വരവ്? അതെ, കണ്ണൂരിന്ന്. എന്നാ പിന്നെ നിനക്ക് ആ കണ്ണൂർ ജയിലിലെ കഴുമരത്തുമ്പോ കെട്ടി ഞാൻ ചത്തിട്ട് കഴിയുന്നില്ലേ പോരായിരുന്നോ? അതേടാ, കട്ടുമോട്ടിച്ച് നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും നമ്മൾ ഒന്നായിരുന്നു. ഇപ്പൊ എനിക്കൊരു മൂടുറച്ചു നായപ്പോ ഈ പഴയ ചങ്ങാതിയെ വേണ്ടടാ. ഓ, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ? ഇപ്പൊ നമ്മൾ രണ്ടാ. ഞാൻ ഡോക്ടർ പശുപതി, നീ പഴയ കമ്പിയോളപ്പ് വേലായുധൻ.
നിനക്ക് പോവാ. എടാ ഭൈരവ, പേട്ടുവേലായതാ, ഒന്ന് പതുക്കെ പറ. നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ്. എന്നെ അത്ര എളുപ്പം പറഞ്ഞു വിടാൻ നോക്കണ്ട. നിനക്ക് ഈ കള്ളവേഷം കെട്ടി ആരും പേടിക്കാതെ ഇവിടെ ജീവിക്കാമെങ്കിൽ ഞാനും ഇവിടെ അങ്ങ് കൂടുക, നിന്റെ അമ്മാവനായിട്ട്. അവകാശം പറഞ്ഞു വന്നിരിക്കുന്ന അമ്മാവൻ തെണ്ടി. ഞാനിവിടെ സമാധാനമായിട്ട് ഇത്തിരി കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലല്ലേ? ഡേ മര്യാദ പോയില്ലല്ലോ. ഒരു ചുക്കും സംഭവിക്കില്ല, ഒന്ന് പോടാ കൊടുത്തു. എന്താണ്? ദേ, ആ, വേണ്ട ഭൈരവ, വേണ്ട, അടങ്ങിക്കോ. മുട്ടും കാലും അടക്കി ഞാൻ ഇടിക്കും, എന്റെ ശരീരം കേടി വരും. താഴെ വെക്ക്, താഴെ വെക്കണം. എന്താ അമ്മാവനും മരുമോനും കൂടൊരു കുടുകുടു? വന്നപ്പോ തുടങ്ങിയതാണ് ഇവന്റെ ഒരു തമാശ കളി. സന്തോഷം മൂത്തലിക്കാനായിട്ട് ഒരു കളി ഒറ്റടി ചെറുപ്പാണ്. നമ്മളിപ്പോഴും ചെറുപ്പാണെന്ന് അവരൊക്കെ വിചാരേ. അല്ല, അപ്പൊ ആളെ മനസ്സിലായില്ല. ഞാൻ പ്രസിഡന്റ്. എന്തിന്റെ? പഞ്ചായത്തിന്റെ. ആ സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ട് നാളുകാര് പറഞ്ഞു. വേഷം കണ്ടപ്പോ മനസ്സിലായി ഇത് തന്നെ ആയിരിക്കും ആളെന്ന്. എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ ഈ അമ്മാവനാ. സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നെ ഒന്ന് കണ്ടിട്ട് പോരെന്ന് വിചാരിച്ചു വന്നതാ. തിരിക്കായി ഇല്ലേ അമ്മാവ? മടക്കയാത്ര ഉടനെ ഉണ്ടാവുമോ? കുറച്ചു ദിവസം മരുമോനോട് താമസിച്ചിട്ട് പോയാ പോരെ? ഏയ് പറ്റില്ല, വലിയ ബിസിനസ്സും തിരക്കൊക്കെ ഉള്ള ആളാ. ശരിയാ, പക്ഷെ എനിക്ക് അതിലും വലുതായി ഇവൻ. ഇനി ഇവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളല്ലേ വലുത്. പിന്നെ തിരക്കുണ്ട്. സമയം പോലെ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം, വല്ലതൊക്കെ സംസാരിച്ചിരിക്കാം. ഓ, ഞാൻ ഒരു ദിവസം എടുത്തോണ്ട് വരാം. ഓ ആട്ടെ. ഓക്കെ. എടാ പട്ടി, വാടാ, വാ. വാ നായ, നിന്നെ ഞാന് അയ്യോ പോട്ടെ, നീ എന്നെ കൊല്ലുടാ, ഇവിടെ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നാളെ ഞാൻ ഉണ്ടാവില്ല, പഞ്ചായത്ത് മീറ്റിംഗാ. മറ്റന്നാളോ അതിന്റെ പിറ്റേന്നാളോ വഴി സംശയമുണ്ട് ഡോക്ടറോട് ചോദിച്ചാൽ മതി. ഞാൻ കൊണ്ടുവന്നതാ അവിടെ. ആ പിന്നെ ഇപ്പൊ വേണ്ട. ആ ശരി കേട്ടാ. എടാ നീ വൈരവാ,